Hi friends, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ദി ഓൾറൗണ്ടർ ഗൈഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്യൂഷൻ 360ൽ ഒരു ഡ്രോണിൻ്റെ ഫ്രെയിം വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കാം, അതിൽ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. പിന്നെ ഫ്യൂഷൻ 360 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബിഗിനറാണ്. അപ്പം എനിക്ക് വലിയ കാര്യത്തിൽ ലൈക്ക് ഇൻഡെപ്തായിട്ട്, അതായത് പ്രോ ലെവലിൽ നമുക്ക് അറിയത്തില്ല, ബട്ട് ഞാനിങ്ങനെ പഠിച്ചു വരുവാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഡ്രോണിൻ്റെ ഡിസൈൻ, അതായത് 3D പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോണിൻ്റെ ഡിസൈനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇത് ഫ്യൂഷൻ 360യുടെ ഇൻ്റർഫേസിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അത് സ്കെച്ച്, അതായത് ബോട്ടം പ്ലെയിൻ സെലക്ട് ചെയ്ത് സ്കെച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഡ്രോണിൻ്റെ ആമാണ് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബോഡി സെക്കൻഡ് പാർട്ടിൽ ചെയ്തിട്ട് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻ എടുത്തിട്ട് ഒരു 120 mm ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ സർക്കിൾ സെലക്ട് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ ഓഫ് ആക്കിയിട്ട് സർക്കിൾ വരച്ചു. അത് നമ്മുടെ മോട്ടർ മൗണ്ടിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആമിൻ്റെ ലെങ്ത്ത്, അപ്പം ഇതേപോലെ 2 ലൈൻ വരച്ചു. സോ ആ ഡൈമെൻഷൻ എടുത്തിട്ട് എക്സാക്ട് രണ്ടിൻ്റെ ലെങ്ത്ത് സെയിം ആക്കാൻ വേണ്ടി ഞാനിവിടെ 10 mm വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വരച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ട്രിം ഓപ്ഷൻ എടുത്തിട്ട് ആ സർക്കിളിൻ്റെ ഒരു പോർഷൻ നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് അവിടെ ലൈൻ ജോയിൻ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ലൈൻ ചെയ്തിട്ട് ഫിനിഷ് സ്കെച്ച് അടിച്ചു. ഇനി നമുക്കത് എക്സ്ട്രൂഡ് ചെയ്യണം, അതായത് നമുക്കതിൻ്റെ തിക്നെസ് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ തിക്നെസ് 5 mm ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സർഫേസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ടുള്ളതിന് ഹോൾ കൊടുക്കണം. സോ ആദ്യം ഇത് നമ്മുടെ ഒരു സെൻറ്ററിൽ, ആ സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു ചെറിയൊരു സർക്കിൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നട്ട് വരിക, അതായത് സ്ക്രൂ വരിക 8 mm ആണ്. അതായത് സെൻറ്റർ പോയിൻറ്റ് 8 mm ഞാൻ ഉദ്ദേശിക്കുന്ന BLDC മോട്ടറിൻ്റെ സ്ലോട്ട് വരിക. അപ്പം അത് 8 cm നീളത്തിൽ ലൈൻ വരച്ചിട്ട് അവിടെ സർക്കിൾ വരച്ചു. ഇനി പാറ്റേൺ എടുത്തിട്ട് അതിനെ രണ്ട് പാറ്റേൺ, അതായത് അതേ ഡയഗ്രാമിന് അപ്പർ സൈഡ് വരാൻ വേണ്ടിയിട്ട് പാറ്റേൺ ഓപ്ഷൻ യൂസ് ചെയ്തു. ഇപ്പോൾ നമ്പർ ഓഫ് സർക്കിൾ 2. ഓക്കെ, അപ്പോൾ നമുക്ക് മോട്ടർ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ലൈന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി അത് ഞാൻ എക്സ്ട്രൂഡ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അതിന് ഹോൾ ചെയ്യാണ്. അങ്ങനെ നമ്മളിത് ആ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടോപ്പ് സർഫേസ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് സെൻറ്റർ പോർഷനിൽ ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കാൻ, അതായത് നമുക്ക് മെറ്റീരിയൽ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പോർഷൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ഇത് റെക്റ്റാങ്കിൾ കമാൻഡ് എടുത്തിട്ട് ഇതേപോലെ 10 × 80 mm റെക്റ്റാങ്കിൾ ഒരെണ്ണം വരച്ചു. അതിൻ്റെ ഡൈമെൻഷൻ കമാൻഡ് എടുത്തിട്ട് ഞാൻ അത് സെൻറ്റർ കറക്റ്റ് പോർഷൻ, രണ്ടിൻ്റെ ഡിസ്റ്റൻസ് സെയിം ആണോ എന്ന് നോക്കി. ഓക്കെ, സോ 5 mm തിക്നെസ് വെച്ച് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. ഓക്കെ, അത് നമുക്കിനി എക്സ്ട്രൂഡ് ചെയ്ത് മാറ്റാം. അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. അതായത് എക്സ്ട്രൂഡ് താഴേക്ക് വലിക്കാനായിട്ട് കട്ട് ഓപ്ഷൻ ആവും. എന്നിട്ട് ഒരു 2 mm നമുക്ക് റിമൂവ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അത് 2 mm തിക്നെസ്സിൽ അത് എക്സ്ട്രൂഡ് കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് എഡ്ജസ് ഒക്കെ ഷാർപ്പായിട്ടുള്ളത് അത് നമുക്കൊന്ന് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എഡ്ജസ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ എഡ്ജസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ആണോ ഇത് വേണ്ടത് നമുക്കത് അടിച്ചു കൊടുക്കാം. സോ എല്ലാ എഡ്ജസും സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 mm എക്സ്ട്രൂഡ് കൊടുത്തു. അപ്പോൾ അത് കണ്ടോ നമ്മുടെ സൈഡെല്ലാം എഡ്ജസ് എല്ലാം നല്ല സ്മൂത്ത് കർവായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള എഡ്ജസും എല്ലാം നമുക്ക് ഫില്ലറ്റ് ഉപയോഗിച്ച് നല്ല ക്ലീൻ ആക്കി എടുക്കണം. അപ്പം ഷാർപ്പ് എഡ്ജസ് എല്ലാം പോയി കിട്ടും. ഇപ്പോൾ ഞാൻ ടോപ്പ് സർഫേസ് സെലക്ട് ചെയ്തു, എന്നിട്ട് ക്രിയേറ്റ് സ്കെച്ച് അടിച്ചു. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് സ്കെച്ചിൽ ഇത് നമുക്ക് നമ്മുടെ ബോഡി ആയിട്ട് നമ്മുടെ ആമിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നട്ട് ആൻഡ് ബോൾട്ട് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഹോൾ ചെയ്യണം. അപ്പം ഞാൻ കൺസ്ട്രക്ഷൻ ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ 5 mm ഡിസ്റ്റൻസ് കൊടുത്തു. അത് എൻഡ് പോയിൻറ്റിന് 5 mm തിക്നെസ് കൊടുത്തിട്ട് ലെങ്ത്തിൽ ഡിസ്റ്റൻസിൽ ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഹോൾ ചെയ്യണം. അത് 2 ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2ൻ്റെ ഡിസ്റ്റൻസ് സെയിം ആക്കാൻ ലൈൻ കമാൻഡ് എടുത്തിട്ട് യൂസ് ചെയ്ത് 5 mm ഡിസ്റ്റൻസ് കൊടുത്തിട്ട് 3 mm 2 സർക്കിൾ ഇതേപോലെ തന്നെ മേളിലും താഴെയും ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള എഡ്ജസ് എല്ലാം നമ്മൾ ഫില്ലറ്റ് ഉപയോഗിച്ച് നമ്മൾ സ്മൂത്ത് ആക്കി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കീബോർഡിൽ എ അടിച്ച് കഴിഞ്ഞാൽ അപ്പിയറൻസ് വരും. സോ നമുക്ക് എന്തെങ്കിലും കളർ നമ്മുടെ ആമിനൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളർ, അത് ഫോർ ലുക്ക് പർപ്പസാണ്. അപ്പം ഏതൊരു കളർ സെലക്ട് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമ്മുടെ ദേ ആമിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതേ കണ്ടോ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് പാർട്ട് 2-ൽ നമുക്ക് ഇതിൻ്റെ ബോഡി ആയിട്ട് വരാം. അപ്പം അടുത്ത വീഡിയോ വരെയും കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഭിലാഷ്, യെസ്, സൈനിങ് ഔട്ട്. ബൈ.